ധവളപത്രം പുറത്തിറക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ വിശ്വസിക്കാനാവുന്നില്ല. കേരളത്തിന്റെ പൊതുകടം 5.7 ലക്ഷം കോടി. അതായത് 2016 വരെ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങിപ്പോകുന്ന വരെ നമ്മുടെ കേരളത്തിന്റെ പൊതുകടം എന്നത് 1.6 ലക്ഷം കോടിയാണ്. പക്ഷെ അത് നമ്മുടെ മുൻ സർക്കാരായി ഇ.കെ. നായനാർ, എ.കെ. ആന്റണി, അതേപോലെ തന്നെ വി.എസ്. അച്യുതാനന്ദൻ എന്നിവരെല്ലാരും കൂടി ഉൾപ്പെടുന്ന കടമാണ് ഈ 1.6 ലക്ഷം കോടി എന്ന് പറയുന്നത്. അതായത് 1.6 ലക്ഷം കോടി എന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കടം മാത്രമല്ല, ഇത്രയും സർക്കാരിന്റെ കടമാണ് ഈ 1.6 ലക്ഷം കോടി എന്നത്. പക്ഷെ അത് നമ്മുടെ പിണറായി സർക്കാർ ഭരിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും അത് 5.7 ലക്ഷം കോടി. അതിന് മാത്രം എന്ത് വികസനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്? പോട്ടെ, ഒരു 3.5 ലക്ഷം കോടി രൂപയുടെ അതിനുള്ള ഉത്തരം പിണറായി സർക്കാർ പറഞ്ഞേ മതിയാവുള്ളൂ. അല്ലാതെ ഈ ഉമ്മാക്കി കാണിച്ച് പേടിക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ധവളപത്രം ഇറക്കിയപ്പോഴത്തേക്കും എതിർത്ത് സംസാരിക്കുന്ന മുൻ ധനകാര്യമന്ത്രി ബാലഗോപാലും അതേപോലെ തന്നെ പിണറായി സഖാവും ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനുള്ള ഉത്തരം തരികയാണ് ചെയ്യേണ്ടത്. ഈ 3.5 ലക്ഷം കോടി രൂപ നിങ്ങൾ എന്തിനൊക്കെ ചെലവഴിച്ചു, എവിടെയൊക്കെ ചെലവഴിച്ചു എന്നതിന്റെ കണക്ക് നിങ്ങൾ കാണിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന്റെ സത്യാവസ്ഥ കേരള ജനതയെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഈ പിണറായി സർക്കാരിനുണ്ട്. നിങ്ങൾ അതിന് തയ്യാറായില്ലെങ്കിൽ കേരള സമൂഹം നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടും. അതേപോലെ തന്നെ കേരള ജനത പറയുകയും ചെയ്യും, കേരളത്തെ ഭരിച്ചു മുടിച്ച ഒരു സർക്കാരാണ് പിണറായി സർക്കാരിൻ്റെതെന്ന്.